ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്നെ 7th സ്റ്റാൻഡേർഡിൻ്റെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന ചാപ്റ്ററായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം നേച്ചറുമായിട്ട് കുറേ ബന്ധപ്പെടുത്തിയുള്ള പാഠമായിരുന്നത് അല്ലേ. അപ്പം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഒരു പോയമാണുള്ളത്. അപ്പോൾ അതും നമ്മൾ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു പാഠമാണ്. ദ എക്കോയിങ് ഗ്രീൻ എന്നാണ് പാഠത്തിൻ്റെ പേര്, പോയത്തിൻ്റെ പേര്. ഇത് വില്യം ബ്ലേക്ക് എന്ന പോയറ്റാണ് ഈ പോയ എഴുതിയിരിക്കുന്നത്. സോ ഇതും നേച്ചറിനെ പറ്റിയും നേച്ചറിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി തന്നെയാണ് ഈ പോയത്തിലും പറയുന്നത്. അപ്പോൾ നമ്മുടെ പോയറ്റ് വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിലാണ് ഈ ഒരു പോയം. നമുക്ക് പോയം കണ്ടാൽ തന്നെ അറിയാം, വളരെ സിമ്പിൾ വേർഡ്സാണ് പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒരു ഡീപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പോയത്തിൽ നമുക്ക് 3 സ്റ്റാൻസയാണ് തന്നിരിക്കുന്നത്. ഈ 3 സ്റ്റാൻസയും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ലൈഫിലെ തന്നെ 3 സ്റ്റേജസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഈ പോയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിലെ 3 സ്റ്റേജസാണ് ഈ പോയത്തിലൂടെ, ദ എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പോയം എന്താണെന്ന് ഓരോ സ്റ്റാൻസയും നോക്കാം. സോ നമ്മുടെ പോയത്തിൻ്റെ പേര് ദ എക്കോയിങ് ഗ്രീൻ എന്നാണ്. എക്കോയിങ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിധ്വനിപ്പിക്കുന്ന പച്ചപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. The sun does arise and make happy the skies. The merry bell ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound, while our sports shall be seen on the echoing green. So the first 2 ലൈനാണ് നമുക്ക് നോക്കാം. The sun does arise and make happy the skies. അതായത് സൂര്യൻ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിച്ചു വന്നു അല്ലേ. അപ്പം സൂര്യൻ ഉദിച്ചു ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ ആകാശത്തിനെ സന്തോഷമുള്ളതാക്കി. എങ്ങനെ? അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ലൈറ്റൊക്കെ സ്പ്രെഡ് ചെയ്യും അല്ലേ. അപ്പോൾ സ്കൈ എന്താണ്? കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി, ഇരുണ്ടിരിക്കുകയല്ല, കുറച്ചുകൂടി വെട്ടമൊക്കെ വന്ന് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി. അപ്പം സൂര്യൻ ഉദിച്ചു, അത് ആകാശത്തിനെ സന്തോഷമുള്ളതാക്കി. ദ മെറി ബെൽസ് റിങ് ടു വെൽക്കം ദി സ്പ്രിങ്. അപ്പം മെറി ബെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ആഹ്ലാദത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ മണി മുഴങ്ങി എന്ന് പറയല്ലേ. ബെൽസ് എന്ന് പറഞ്ഞാൽ മണി, റിങ് മുഴങ്ങി. അപ്പം സന്തോഷത്തിൻ്റെ മണി മുഴങ്ങി. ടു വെൽക്കം ദി സ്പ്രിങ്. എന്തിനാണ്? വസന്തത്തെ വരവേൽക്കാൻ. അപ്പം വസന്തകാലം, അതായത് നമുക്ക് 4 മെയിൻ സീസണാണുള്ളത്. സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലമാണ്. അപ്പം നമുക്ക് 4 സീസൺ ഉള്ളത്. സമ്മർ, ഫോൾ അല്ലെങ്കിൽ ഓട്ടം എന്ന് പറയാം, അല്ലെങ്കിൽ അതുപോലെ വിൻ്റർ, പിന്നെ ഉള്ളത് സ്പ്രിങ്. അങ്ങനെ 4 നമുക്കുള്ളത്. അപ്പോൾ സ്പ്രിങ് വസന്തകാലം എന്ന് പറയുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് അല്ലേ. ഏറ്റവും മനോഹരമായ സീസൺ സ്പ്രിങ് ആണെന്നാണ് പറയുന്നത്. അപ്പം എന്താണ്? ഈ സ്പ്രിങ് സീസൺ വരുന്നതുകൊണ്ട് തന്നെ ദ മെറി ബെൽസ് റിങ്, സന്തോഷത്തിൻ്റെ മണി മുഴങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ പോയത്തിലെ 3 സ്റ്റാൻസ ഉണ്ട്. 3ലും നമ്മളുടെ ലൈഫിൽ തന്നെ 3 സ്റ്റേജസിനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ മെറി ബെൽസ് റിങ് എന്തിൻ്റെ ബെൽസ് എന്നാണ്? അപ്പം നമ്മളുടെ ഈ പോയറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ രാവിലെ ചർച്ച് ബെൽസൊക്കെ റിങ് ചെയ്യുമല്ലോ, അതിനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്തു? ബ്യൂട്ടിഫുൾ സ്പ്രിങ്ങിനെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട് ഈ മണി മുഴങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound. സ്കൈലാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനമ്പാടിയാണ് സ്കൈലാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ത്രഷ് എന്ന് പറയുന്നത് വാനമ്പാടിയെ പോലെ തന്നെ ഉള്ള പാട്ട് പാടുന്ന അങ്ങനെ തരത്തിലുള്ള മറ്റൊരു പക്ഷിയാണ്. ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഈ മുൾപടർപ്പുകളിലെ ചെറിയ കുറ്റിക്കാടുകളൊക്കെ അല്ലേ. അപ്പം ഈ വാനമ്പാടിയും അതുപോലുള്ള പക്ഷികളും അതുപോലെ ഈ കാടുകളിലൊക്കെയുള്ള കിളികൾ, അതായത് എന്താണ്? സ്പാരോസ്, അങ്ങനെയൊക്കെയുള്ള കിളികളുണ്ടല്ലോ. സിങ് ലൗഡർ അറൗണ്ട്, അതായത് അവർ ഉറക്കെ പാടി. ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട്, ഈ രാവിലത്തെ ഈ ആഹ്ലാദത്തിൻ്റെ മണിനാദമുണ്ടല്ലോ, അതിനൊപ്പം തന്നെ ഈ കിളികളും ഉറക്കെ പാടി. While our sports shall be seen on the echoing green. So ഈ ലൈനിൽ ഫസ്റ്റ് ടൈമായിട്ട് പോയിട്ട് പറയുകയാണ് ആരാണ് ദ സ്പീക്കർ എന്നല്ലേ, ആരാണ് ഈ പോയം പറയുന്നത് എന്നത് ഈ ലൈനിലാണ് പറയുന്നത്. While our sports shall be seen on the echoing green, അതായത് ഞങ്ങൾ കളിക്കുകയാണ് എവിടെ? ഈ echoing green, ഈ പച്ചപ്പിൽ ഞങ്ങൾ കളിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു സ്മോൾ
ബോയ്, ഒരു കൊച്ചു കുട്ടിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം അവർ കളിക്കുന്നതിനെ പറ്റിയും അവരുടെ കളിക്കുന്നതിൻ്റെ സറൗണ്ടിങ്സിലുള്ള നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അതായത് സൺ റൈസ് ചെയ്തു, അതുപോലെ സ്കൈസ് ഹാപ്പിയായി, പിന്നെ എന്താ മണിനാദങ്ങൾ മുഴങ്ങി, എന്താണ് വസന്തകാലത്തെ വരവേൽക്കാനായിട്ട് അത് കിളികൾ പാടി, ഇതൊക്കെ പറയുന്ന ആരാണ്? ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയാണിത് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്ന ഒരു സ്മോൾ ചൈൽഡാണ് അല്ലേ, ബോയ് ഓർ ഗേൾ, ഒരു സ്മോൾ ചൈൽഡാണ് ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റാൻസ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റാൻസയിൽ Old John with white hair does laugh away care, sitting under the oak among the old folk. They laugh at our play and soon they all say, such were the joys when we all, girls and boys, in our youth time were seen on the echoing green. സോ ഈ പോയം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എല്ലാം മനസ്സിലാവും. ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് വേർഡ് ഇപ്പം ഹെയർ കെയർ, ഓക്ക് ഫോക്ക്, പ്ലേ സേ, അപ്പോൾ ഇതെല്ലാം റൈമിങ് വേർഡ്സ് ആണ് അല്ലേ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഈ സ്റ്റാൻസിൽ നോക്കിയാലും ഇതെല്ലാം, അതായത് റൈസ്, കൈസ്, റിങ്, സ്പ്രിങ്, ത്രഷ്, ബുഷ്, ഇതൊക്കെ എന്താണ് റൈമിങ് വേർഡ്സ്. സോ അപ്പം ഫസ്റ്റ് രണ്ട് ലൈനിൽ ആദ്യം പറഞ്ഞേക്കുന്നത് ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് അവേ കെയർ, സിറ്റിംഗ് അണ്ടർ ദി ഓക്ക് എമംഗ് ദി ഓൾഡ് ഫോക്ക്. അപ്പം ഈ കുട്ടി പറയാണ് മറ്റൊരാളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അതായത് ജോൺ എന്ന് പറയുന്ന ആൾ ചെറിയ കുട്ടിയല്ല, പ്രായമുള്ള ആളാണ് അല്ലേ, വയസ്സായ ആളാണ്. അതാണ് ഓൾഡ് ജോൺ എന്ന് പറഞ്ഞേക്കുന്നത്. വിത്ത് വൈറ്റ് ഹെയർ, അതായത് നരച്ച മുടികളില്ല. ഡസ് ലാഫ് അവേ കെയർ, സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദി ഓൾഡ് ഫോക്ക്. അതായത് അദ്ദേഹം ചിരിച്ചു. അപ്പം എവിടെ? ഓക്ക് മരത്തിൻ്റെ താഴെയായിരുന്നു അവരിരുന്നത് അല്ലേ. എമംഗ് ദ ഓൾഡ് ഫോക്ക്, അതായത് അദ്ദേഹത്തെ പോലെയുള്ള പ്രായമായ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഓക്കുമരത്തിൻ്റെ താഴെ ഇരുന്ന് എന്താണ് ഈ കുട്ടികളെ നോക്കി, കുട്ടികൾ കളിക്കുന്നത് നോക്കി ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ ലൈനിൽ പറയുന്നതാണ്, ദ ലൈൻ മീൻസ് ദാറ്റ് ജോൺ ഹൂ ഈസ് എൻ ഓൾഡ് വിത്ത് വൈറ്റ് ഹെയർ ഈസ് ഓൾസോ ഇൻ ദ പാർക്ക്. അതായത് ജോൺ എന്ന് പറയുന്ന ഒരു ഓൾഡ് മാൻ, അയാളും ഈ പാർക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഈസ് ലാഫിങ്, ഹീ ഈസ് ലാഫിങ് അറ്റ് ദി ചിൽഡ്രൻ. സോ എന്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടം ഇതുപോലെ തന്നെ വയസ്സായ ആളുകളും ഉണ്ടായിരുന്നു അല്ലേ. ഹീ ഈസ് സിറ്റിംഗ് അണ്ടർ ദി ഓക്ക് ട്രീ എലോങ് വിത്ത് അതർ ഓൾഡ് പീപ്പിൾ. They laughed at our play, and soon they all sang, such were the joys when we all, girls and boys, in our youth time were seen on the echoing green. അപ്പം നെക്സ്റ്റ് സ്റ്റാൻസിൽ അവരെന്ത് ചെയ്യണം? അവരും മെമ്മറൈസ് ചെയ്യാണ് അല്ലേ. ദേ സ്റ്റാർട്ട് മെമ്മറൈസിങ് അബൌട്ട് ദെയർ ഓൺ യൂത്ത് ടൈം. അവരുടെ കുട്ടിക്കാലത്തേക്ക് അവരും എന്താണ് ഓർക്കുകയാണ്, അവരുടെ കുട്ടിക്കാലത്തെ പറ്റി. such were the joys when we all, girls and boys, in our youth time were seen on the echoing green. നമ്മളും നമ്മളുടെ കുട്ടിക്കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി എന്താണ് കളിക്കുന്നതിനെ പറ്റി, എവിടെ? ദ എക്കോയിങ് ഗ്രീൻ, ഈ പച്ചപ്പിൽ തന്നെ നമ്മളും കളിക്കുന്നതിനെ പറ്റിയാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമ്മളുടെ ഒരു ലൈഫ് സൈക്കിളിനെയാണ് അവർ പറയുന്നത്, റെഫർ ചെയ്യുന്നത്. അതായത് ഇവർ ഇപ്പം പ്രായമായി, ഈ പ്രായമായവരെല്ലാവരും കൂടി ഈ മരത്തിന് താഴെ ഇരുന്ന് കുഞ്ഞു കുട്ടികൾ കളിക്കുന്നത് നോക്കുകയാണ് അല്ലേ. അപ്പം ലൈഫിൽ രണ്ട് സ്റ്റേജാണ് അല്ലേ, കുഞ്ഞു കുട്ടികൾ അതുപോലെ പ്രായമായവരെയും കാണിക്കുന്ന ലൈഫിൽ തന്നെ രണ്ട് സ്റ്റേജാണ്. So earlier it was the old men who used to enjoy, and now they are old. Their place is taken by new children, and this cycle will continue for eternity. അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പം ഇവർ വയസ്സായി, നേരത്തെ ഇവരായിരുന്നു കുഞ്ഞു കുട്ടികളായി കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ പ്ലേസ് ആരെടുത്തു? ഈ കുട്ടികളെടുത്തു, ഇവർക്ക് വയസ്സായി. അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇവിടെ ഈ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. നമുക്ക് അടുത്തായിട്ട് നെക്സ്റ്റ് തേർഡ് സ്റ്റാൻസയിൽ നോക്കാം. Till the little ones weary, no more can be merry. The sun does descend, and our sport have an end. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest, and sport no more seen on the darkening green.
അപ്പോൾ ഇത്രയും നേരം നമുക്കറിയാം നമ്മൾ എക്കോയിങ് ഗ്രീനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഒരു സ്റ്റാൻസിൽ വന്നപ്പോൾ ഓൺ ദി ഡാർക്കനിങ് ഗ്രീൻ എന്നായി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. സോ till the little ones worry no more can be merry. സോ എന്താണ്, ചിൽഡ്രൻ ഒക്കെ ടയേർഡായി, കുറേ നേരമായിട്ട് കളിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ടയേർഡായിരിക്കുന്നു. ഇറ്റ്സ് എ ടൈം when the sun is about to descend. the sun does descend, അതായത് സൂര്യൻ എന്താണ് അസ്തമിക്കാൻ പോവുകയാണ് അല്ലേ, ഇരുട്ട് വരാറായി. സോ ഓൾ അവർ സ്പോർട്ട് ഹാവ് ആൻ എൻഡ്. അപ്പോൾ എന്താണ് കുട്ടികൾ, ഇപ്പം ഈ നമ്മുടെ സ്പീക്കർ ആ കുട്ടി പറയുകയാണ് ഓൾ അവർ സ്പോർട്സ് ഹാവ് ആൻ എൻഡ്. ഞങ്ങളുടെ എന്താണ് ഓൾ ഓഫ് ദി ചിൽഡ്രൻ സ്റ്റോപ്പ് പ്ലേയിങ് ആൻഡ് ഗോ ബാക്ക് ടു ദെയർ ഹോം. അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്, കാരണം ഇരുട്ടായി. അപ്പോൾ അവർ അവരുടെ ഈ കളിയൊക്കെ നിർത്തുകയാണ്. റൗണ്ട് ദി ലാപ്സ് ഓഫ് ദെയർ മദർ. എങ്ങോട്ടാണ്, അവരുടെ അമ്മമാരുടെ മടിത്തട്ടിലേക്ക്. മെനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അതായത് ഈ സഹോദരങ്ങളൊക്കെ, അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് അല്ലേ, സഹോദരന്മാരും ഒക്കെ എവിടെയാണ്, അവർ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് പോവുകയാണ്. ലൈക്ക് ബേർഡ്സ് ഇൻ ദെയർ നെസ്റ്റ് ആർ റെഡി ഫോർ റെസ്റ്റ്. എങ്ങനെയാണ്, അതായത് ബേർഡ്സ് അവരുടെ കൂട്ടിൽ പോയിട്ട് എന്താണ് റെസ്റ്റ് ചെയ്യുന്ന പോലെ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, സൂര്യൻ ഇങ്ങനെ പ്രകാശം കുറഞ്ഞു വന്നപ്പോൾ ഇവർ ക്ഷീണിക്കുകയും ചെയ്തു, തിരിച്ച് ഇവരുടെ അമ്മമാരുടെ അടുത്തേക്ക് പോവുകയാണ്. ആൻഡ് സ്പോർട്ട് നോ മോർ സീൻ. അപ്പോൾ എന്താണ്, ഇപ്പോൾ അവിടെ കളികളൊന്നും തന്നെ കാണാനില്ല അല്ലേ. സോ ഇറ്റ്സ് ദ ടൈം ഫോർ റെസ്റ്റ് ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു നൈറ്റ് അല്ലേ. അപ്പം രാത്രിയാകാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ ഇനി നോ പ്ലേയിങ് ഓഫ് ചിൽഡ്രൻ ഈസ്. അവിടെ കുട്ടികളുടെ കളികളൊന്നും തന്നെ കാണുന്നില്ല. ഓൺ ദി ഡാർക്കനിങ് ഗ്രീൻ ആണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ. എന്താണ്, അതായത് മറ്റ് രണ്ട് സ്റ്റാൻസിലും നമ്മൾ എന്താണ് എക്കോയിങ് ഗ്രീൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണ് ഡാർക്കനിങ് ഗ്രീൻ എന്നാണ് പറഞ്ഞത്, അതായത് എൻഡ് ഓഫ് ദ ഡേ ആണ് അല്ലേ. എൻഡ് ഓഫ് ദ ഡേ ആയതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രകാശമൊക്കെ കുറഞ്ഞു വന്നു, അതുകൊണ്ടാണ് ഇവിടെ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റാൻസ്, അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞേക്കുന്നത്, ഈ എന്താണ് അവരുടെ ഒരു നമ്മളൊരു ജീവിതം തുടങ്ങുന്നതും അതിലൂടെ കടന്നു പോകുന്നു, ആ ജീവിതം എൻഡ് ആകുന്നതിനെ പറ്റിയ ഒരു ലൈഫ് സൈക്കിളാണ് ഈ 3 സ്റ്റാൻസുകളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 3rd സ്റ്റാൻസയും കഴിഞ്ഞു. അപ്പം എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എന്താണ്, നമ്മളുടെ ഒരു സൗണ്ടിൻ്റെ റിഫ്ലക്ഷനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പോയറ്റ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിംബലൈസ് ചെയ്യുന്നത് എന്താണ്, സൈക്കിൾ ഓഫ് ലൈഫ്, നമ്മളുടെ ജീവിതത്തിൻ്റെ സൈക്കിളിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻസയിലാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നതിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആ ഒരു സൈക്കിളിനെയാണ് അദ്ദേഹം പോയറ്റ് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്, കുറച്ച് കുട്ടികളെ പറ്റിയും കുറച്ച് എന്താണ് ഇമേജസ് അല്ലേ, ചിൽഡ്രൻ പ്ലേയിങ് ഔട്ട്, പുറത്ത് പോയി കളിക്കുന്ന കുറച്ച് കുട്ടികളെ പറ്റിയും, അതുപോലെ ഒരു മോർണിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസിലാണെങ്കിൽ ഒരു ഓൾഡ് മാൻ, അതായത് ജോൺ എന്ന് പറയുന്നൊരു മാനെ നമുക്ക് പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാൻ എന്താണ്, അദ്ദേഹം തൻ്റെ വാർദ്ധക്യത്തിലുള്ള ഒരു മനുഷ്യനാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തേക്ക് എന്താണ് ഓർക്കുന്നതിനെ പറ്റിയാണ് അല്ലേ. ആൻ ഓൾഡ് മാൻ എന്താണ് ഹാപ്പിലി റിമെമ്പേഴ്സ് when he enjoyed playing with his friends during his own childhood. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം കളിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെ കൂടിയാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. പിന്നെ 3rd സ്റ്റാൻസയിൽ എന്താണ്, ക്ഷീണിക്കുന്നതാണ് അല്ലേ. കുട്ടികളൊക്കെ ക്ഷീണിച്ച് തിരിച്ചെന്ത് ചെയ്യുന്നു, തിരിച്ചവർ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് പോകുന്നതാണ്. അതായത് കളിച്ചവർ ക്ഷീണിച്ചു, അതുപോലെ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് ഇരുട്ടൊക്കെ കയറുന്നു. അപ്പോൾ അവരെന്താണ്, അവർ തിരിച്ച് അമ്മമാരുടെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റിയാണ് 3ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. സോ എന്താണ് ഇതിനകത്ത് പറയാം, നമുക്ക് ആ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ആ സൈക്കിൾ എന്നുള്ളത്. സോ എന്താണ് അവസാനം എല്ലാവരും നേച്ചറിലേക്ക് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നേച്ചർ എന്ത് ചെയ്തു, കുട്ടികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും, പക്ഷികൾക്കും അല്ലെങ്കിൽ ആളുകൾക്കും എല്ലാവർക്കും എന്താണ് എവ്രിതിങ്, നേച്ചർ പ്രൊവൈഡ് എവ്രിതിങ് ടു എവ്രി വൺ അല്ലേ. സോ നമ്മൾക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്താണിത് നേച്ചറിനെ കൂടുതൽ അടുത്തറിഞ്ഞ് ജീവിക്കാൻ പറ്റും. അതിനെപ്പറ്റി കൂടിയാണ് നമ്മളുടെ ഈ ഒരു പോയത്തിൽ പറയുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ പോയം ദ എക്കോയിങ് ഗ്രീൻ. നമ്മൾ പറഞ്ഞ വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന പോയറ്റാണ് ഇത് എഴുതിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.